ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആള്. നമ്മളിപ്പം ഫിലിമിന്റെ അകത്ത് അത് അത്ര വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവള് ജനിച്ചപ്പോ തൊട്ട് ആ മരിക്കുന്നതും വരെ ഇവിടെ കല്യാണം സ്വപ്നം കണ്ടേ. പോകുന്നതിന്റെ തലേ ദിവസമാണ് പപ്പ നിശ്ചയം നടത്തേണ്ട കല്യാണം നടത്തേണ്ടത്. മോള് തലേ ദിവസം ഇടേണ്ട ഡ്രസ്സ് ഇതൊക്കെ പറഞ്ഞാൽ നമുക്കങ്ങ് എന്തിനാ പപ്പ ഇതൊക്കെ പറയുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഒരു പനി വന്നിട്ട് ഒരാളെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. അവിടെ പപ്പായ്ക്ക് ഒരു നെഞ്ചുവേദന. കാരണം തലേദിവസം ഇതേ എനർജി പറഞ്ഞ ആൾക്ക് ഞാൻ മൊബൈൽ ഇങ്ങനെ ചുമ്മാ എടുത്ത് നോക്കുമ്പോൾ ആദരാഞ്ജലി എന്നുള്ള ആ ഒരു ഇതാണ് ഞാൻ കാണുന്നത് ഫസ്റ്റില്. അപ്പം തലേദിവസം ഈ മോളുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നല്ലോ. അത് നമുക്ക് ഇത് ചോദിച്ചാൽ നമുക്ക് സങ്കടം. പപ്പ പോയിട്ട് നമ്മളൊന്ന് പതറി നിൽക്കേണ്ട ഒരു സാഹചര്യം പപ്പായിട്ട് ഒരുക്കിയിട്ടില്ല. ഇപ്പൊ ഈ അവസാന ഇതിൽ തന്നെ പപ്പ കണ്ടെത്തിയ പയ്യനാണ് ഈ പറയുന്ന ഇതുവരെ ഒരാളെ ഒരു അച്ഛൻ ഒരു മക്കളെ വഴക്ക് പറഞ്ഞിരുന്നത് എല്ലാരും പറഞ്ഞ് തള്ളാന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഇതുവരെ എന്റെ കാര്യത്തിനാണ് പപ്പ കൂടുതലും ഇതായിട്ട് നിൽക്കുന്നത്. തലേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഫുള്ള് തേച്ച് വെക്കും. എനിക്കൊന്നും ഇതുവരെ ചെയ്യണം. എനിക്ക് ഇപ്പോഴാണ് പപ്പ പോയതിനു ശേഷമാണ് ഞാൻ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ജോലിയിൽ ഞാൻ എന്തെങ്കിലും ഇതാണെങ്കിൽ പപ്പ പറയും, മോനെ നിനക്ക് ഞാൻ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് തരാം, ജോലി വാങ്ങി പോട്ടെ, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ആരും പറയണ്ട. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ പോലും പെണ്ണത് അറിയണ്ട, പപ്പ ഷൂട്ടുണ്ട് ഇപ്പുറം വഴി അക്കൗണ്ടിലേക്ക് ഇടും, നീ ചെലവഴിക്കുന്നത് നിന്റെ പൈസയാന്ന് ഓർത്തോട്ടെ. അപ്പൊ അമ്മ പറയും പപ്പ ഓരോന്ന് പറ. രണ്ടാമത് ആ സൗണ്ടിന് കയ്യടി വന്നപ്പോഴാണ് അപ്പൊ ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആളെപ്പോഴും വെച്ചാൽ ഫുള്ള് കോമഡിയാ. അതിപ്പോ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെയല്ല, നമ്മളെ ഇങ്ങനെ വായിക്കൊണ്ടിരിക്കും. ഉറങ്ങുമ്പോൾ പോലും ആണെങ്കിലും ജസ്റ്റ് കളിയാക്കുന്ന ഒരാളാണ് ആള്. മമ്മൂക്ക വിളിച്ചിട്ട് പ്രതിഭെ ഈ സൗണ്ട് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചത്. ഈ ഡയറിക്കകത്ത് ആ ഡേറ്റ് വെച്ചിട്ട് ഇന്നത് മമ്മൂക്ക വിളിച്ചു. ഒരു പടത്തിന്റെ ഷോയ്ക്ക് പോയാൽ സിനിമ ആ ഒരു ഷോ ടൈം അഭിനയിച്ച ആർട്ടിസ്റ്റിന്റെ അവർ എഴുതി വെച്ചിരിക്കുക. നരിമാൻ തൊട്ട് മീശമാധവൻ തൊട്ട് ക്രോണിക് ബാച്ചർ ആള് പോയ വർഷം തൊട്ട്. അന്ന് സിനിമയിൽ പോലും ആളില്ലെങ്കിലും സിനിമയോട് അത്രയും സ്നേഹമുള്ളതല്ലേ. വീട്ടില് അതിനേക്കാൾ നമ്മളിപ്പം ഫിലിമിന്റെ അകത്ത് അത് അത്ര വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആള്. അതായത് ഈ ഏരിയയിലാണെങ്കിൽ ശരി, ഫ്രണ്ട്സിനോടാണെങ്കിൽ ശരി, നമ്മളോടാണെങ്കിൽ ശരി, അങ്ങനെ ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം ശനിയാഴ്ച ഞങ്ങൾക്ക് വീട്ടിൽ വരാനാണ്. കാരണം ആളുടെ വിവരങ്ങളും കാര്യങ്ങളും ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ആള് ഫുള്ള് ഞങ്ങളെ ഡീൽ ചെയ്തിരിക്കുന്നത്, മക്കളെന്നുള്ള രീതിയിലല്ല. പ്രതിനെ പറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ച് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുന്ന ഇഷ്ടമില്ല. എപ്പോഴും പോസിറ്റീവ് തന്നെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ പറയും മായ തുടങ്ങി നെഗറ്റീവ് പറയാനായിട്ട്.